ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ വന്നിരിക്കുന്നത് കൊളുക്കുമലയിലേക്കാണ് കേട്ടോ. ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ സ്റ്റേ ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. കാറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. 4:30 ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് വെയിറ്റ് ചെയ്തു. ഒരു 4:15 ആയപ്പോഴാണ് കേട്ടോ ഈ ചേട്ടൻ വന്നത്. മുരുകേശൻ എന്നാണ് ആളുടെ പേര്. ഈ ചേട്ടനാണ് കേട്ടോ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോയത്. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ട്രക്കിങ്. അത് ഉണ്ണിയോളായിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു. ബാക്കിൽ ഞാനും അനുവും അപ്പും തമ്പുരുമോളും, ഫ്രണ്ടിലാണ് കേട്ടോ ജിത്തുവേട്ടനും പാർക്കുട്ടി ഇരുന്നത്. മുരുകേശൻ ചേട്ടനാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരു ജീപ്പിന് 3000 കേട്ടോ റേറ്റ് വരുന്നത്. ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ട്രക്കിങ്ങിനായിട്ട്. 8 കിലോമീറ്റർ നല്ല അടിപൊളി റോഡാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള 8 കിലോമീറ്റർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അസൽ ഓഫ് റോഡ് തന്നെയായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമേ ചേട്ടൻ പറഞ്ഞിരുന്നു വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കരുത്, തെറിച്ചു പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇപ്പം നമ്മളിത് ആ മേലെ എത്തിയിട്ടോ, കൊളുക്കുമലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു വ്യൂ ആണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. കംപ്ലീറ്റ് കോടയാണ്. ഇതിൽ മഞ്ഞാണോ മഴയാണോ പെയ്യുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സൺറൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരുവിധം വെളിച്ചമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കംപ്ലീറ്റ് വ്യൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലേ എത്തിയതുകൊണ്ട് തന്നെ കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാൻ നോക്കിയതാണ് കേട്ടോ. ഭാഗ്യത്തിനാണ് വീഴാതിരുന്നത്. കാലൊന്ന് ചെറുതായി സ്ലിപ്പായിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. കൊളുക്കുമല ട്രിപ്പ് ഞങ്ങളുടെ ഒരു ഡ്രീം ട്രിപ്പ് തന്നെയായിരുന്നു. ഹണിമൂൺ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മിസ്സായതാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വരാൻ പറ്റി. അതാണ് പറയുന്നത്, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ എടുപിടിയെന്നുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ പാറക്കുട്ടിക്ക് നല്ല തണവായതുകൊണ്ട് തന്നെ അവൾ എൻ്റെ സ്വെറ്ററിൻ്റെ ഉള്ളിൽ അങ്ങ് കയറി ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരുമാതിരി തണുപ്പായപ്പോൾ ഞങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കി. അങ്ങനെ വെളിച്ചമൊക്കെ വന്നപ്പോഴാണ് കേട്ടോ താഴെയുള്ള വ്യൂ ഒക്കെ ശരിക്കും ഒന്ന് കണ്ടത്. കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ ഒരു കാറ്റ് വരുന്നതും നല്ല തണവ് വരുന്നതും. ആ സമയത്ത് നമ്മൾ കിടകിടാന്ന് വിറയ്ക്കും കേട്ടോ. പാറക്കുട്ടി എൻ്റെ സ്വെറ്ററിൻ്റെ ഉള്ളിൽ അങ്ങ് ഒതുങ്ങിക്കൂടി പൂച്ചക്കുട്ടീനെ പോലെ കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. അപ്പുവനും തമ്പുരുക്കുട്ടിയും കൂടെ താഴേക്ക് ഇറങ്ങിയിരുന്നു. താഴെ ജീപ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. തമ്പുരുമോള് കുറച്ച് വാശിയായി തുടങ്ങി. തണവ് കൂടിയപ്പോൾ പാറക്കുട്ടി ഒട്ടും മോശമല്ല കേട്ടോ. അപ്പോൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. എല്ലാവർക്കും ചെറുതായി വിശന്ന് തുടങ്ങി കേട്ടോ. പാറക്കുട്ടിക്കും വിശപ്പിൻ്റെ ചെറിയൊരു വാശിയുണ്ട്. ഇനി ഇതുപോലെ 16 കിലോമീറ്റർ താഴേക്ക് ആ ജീപ്പിൽ ഇറങ്ങണ്ടേന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊന്ന് ടെൻഷനായി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.